ആക്സസറീസ്, വണ്ടിക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന ആക്സസറീസ്, കൂളിംഗ് ഫിലിം, ഇതെല്ലാം നിങ്ങൾ ബാൻ ചെയ്യാൻ ഗവൺമെന്റിനോട് പറയണം. കാര്യം ഞങ്ങൾ ഈ കാശ് കൊടുത്ത് ഇത് മേടിച്ചൊട്ടിക്കുകയും നിങ്ങൾ റോഡിൽ വെച്ച് പബ്ലിക് ഹോം നിർത്തി ഇത് ഓടിക്കളയുന്നത് അല്ലെ? ഇതിവിടെ വിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങളിത് മേടിച്ച് ഉപയോഗിക്കുന്നത്. ഇത് വിൽക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇത് മേടിക്കില്ല. ഈ ഫിലിം ഞങ്ങൾ ഒട്ടിക്കില്ല. കാര്യം ചൂടുള്ളത് കൊണ്ടും പ്രൈവസി പ്രശ്നങ്ങളുള്ളതുകൊണ്ടും പല സമയത്തും നമുക്ക് കൂളിംഗ് ഫിലിം ഒട്ടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരിക്കലും ഞാൻ നിങ്ങളെ മോശമാക്കി പറയുന്നതല്ല. ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ റോട്ടിലെന്ന് വെച്ച് അത് കീറി കളയുന്നതിനേക്കാൾ നല്ലത് അതിവിടെ വിൽക്കാൻ സമ്മതിക്കാതിരിക്കുക അല്ലേ? നടനായിട്ടുള്ള ആസിഫ് അലി കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു സ്കൂളിൽ പങ്കെടുക്കുന്ന സമയത്തുണ്ടെങ്കിൽ അത് MVD ഒക്കെ പങ്കെടുപ്പിച്ച് എന്താ പറയുക സംഘടിപ്പിച്ച ഒരു ഷോ ആയിരുന്നു. അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഒരു കുട്ടി ചോദ്യം ചോദിക്കുന്നത് കണക്ക് MVD ആയിട്ട് എന്തെങ്കിലും ഒരു പഴയ ഇഷ്യൂ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയായിരിക്കും, ഒരു മന്ത്രിയുടെ കാർ ഫോളോ ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു കേസ് ഫൈനടിയൊക്കെ ഉണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ അതിൽ പങ്കെടുത്തവർക്ക് ആസിഫ് അലിയുടെ ഒരു ചോദ്യമായിട്ട് ചോദിച്ചു. അതിനാണ് ഈ ഒരു ആദ്യം കണ്ട വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടികളിൽ വെക്കുന്ന ഈ ഒരു അലോയ് വീലായാലും ശരി, അതുപോലെ തന്നെ കൂളിംഗ് ഫില്ലിംഗ് ആയാലും ശരി, ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആൾക്കാർ കുറേ പേരെ വെക്കുന്നുണ്ട്. ഇതിപ്പം ഇവിടെ വാങ്ങാൻ കിട്ടുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഇത് വാങ്ങിച്ച് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസുകാർ MVD ഒക്കെ പിടിച്ചെന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഫൈൻ അടയ്ക്കുന്നുണ്ട്. അത് വലിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് എന്ത് ചെയ്യും, ബാൻ ചെയ്തു. വാങ്ങിക്കാനോ ഒന്നും പറ്റാതിരുന്നു കഴിഞ്ഞാൽ ആരും എടുത്ത് വെക്കത്തില്ല. ഇപ്പം വെക്കാൻ എന്താ പറയുക, വിൽക്കാൻ സൗകര്യമുണ്ട് അല്ലെങ്കിൽ ഒരു അധികാരമുണ്ട്, അപ്പോഴത്തേന് വാങ്ങാനും നമുക്ക് പറ്റും, അത് ഫിറ്റ് ചെയ്യാനും പറ്റും. ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട് കുറേ അധികം എന്ത് തന്നെ ഇതുകൊണ്ട് ഫൈനും കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോഴത്തേനും നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കണക്കുള്ള വിൽക്കാൻ സമ്മതിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങി അങ്ങനെയൊന്നുമില്ല. സോ അത് കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റായിട്ട് രീതിയിൽ തന്നെയാണ് അത് കൈകാര്യം ചെയ്തത്. അല്ലാതെ MVD ഭയങ്കരമായിട്ട് കുറ്റം പറയുക അങ്ങനെയൊന്നുമല്ല. കറക്റ്റായുള്ള കാര്യം പറഞ്ഞത്. ഞങ്ങൾക്ക് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ വാങ്ങത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത് കണക്ക് കുറേ ഫൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അതുകൊണ്ടെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്ത് അതിനെ ഏർപ്പാടാക്കണം, ഇത് നിർത്താനുള്ള ഗവൺമെൻറ് അടുത്ത് പറയണം എന്നുള്ള കാര്യങ്ങളാണ് ആസിഫ് അലി പറഞ്ഞത്.